الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سورة يونس 68 സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا اتخذ الله ولدا سبحانه هو الغني له ما في السماوات وما في الأرض إن عندكم من سلطان بهذا أتقولون على الله ما لا تعلمون. قالوا അവർ പറഞ്ഞു ഇത്തഖദല്ലാഹു വലദൻ, അല്ലാഹു മക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. സുബ്ഹാനഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്. ഹുവൽ ഗനിയ്യു, ഹുവൽ ഗനിയ്യു, അവൻ നിരാശ്രയനാണ്, ധന്യനായവനാണ്. ലഹു, അവനുള്ളതാണ് മാഫിസ് സമാവാത്തി വമാഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും. ഇൻ ഇൻദക്കും, നിങ്ങളുടെ അടുക്കലില്ല, മിൻ സുൽത്താനിൻ, ഒരു തെളിവുമില്ല, ഒരു ന്യായവുമില്ല, ഒരു പ്രമാണവുമില്ല, ബിഹാദാ, ഇക്കാര്യത്തിൽ. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യം പറയുകയാണോ എന്നുകൂടെ അർത്ഥം ആവർത്തിക്കും. ഖാലു, അവർ പറഞ്ഞു, അവർ ജൽപ്പിച്ചു, അവർ വാദിച്ചു. ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു മക്കളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന്. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. ഹുവൽ ഗനിയ്യു, അവൻ ഐശ്വര്യവാനാണ്, അല്ലെങ്കിൽ നിരാശ്രയനാണ്, ധന്യനാണ്. ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർളി, ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ്റെ ഉടമസ്ഥതയിലും അധികാരത്തിലും അധീനതയിലുമാണ്. ഇൻ ഇൻദക്കും മിൻ സുൽത്താനിൻ ബിഹാദ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാദഗതിയിൽ നിങ്ങളുടെ അടുക്കൽ ഒരു തെളിവുമില്ല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾ അറിയാത്തത് പറയുകയാണ്. ബഹുദൈവത്വത്തിൻ്റെ പൊള്ളത്തരത്തെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞു വന്നിരുന്നത്. അതൊരിക്കൽ കൂടി ഈ ബഹുദൈവത്വ വിശ്വാസികളുടെ വാദത്തിന്, അവരുടെ നിലപാടിന് ഒരു തരത്തിലുള്ള ബുദ്ധിപരമായ തെളിവോ പ്രാമാണികമായ തെളിവുകളോ ഇല്ല. അള്ളാഹുവിൻ്റെ മേൽ അവർ ഇല്ലാത്തത് ആരോപിക്കുകയാണ് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ബഹുദൈവ വിശ്വാസത്തിൻ്റെ വിചിത്രമായ നിലപാടുകൾ. അവർ സ്വീകരിച്ചിരിക്കുന്ന ദൈവങ്ങളുടെ സ്ഥിതി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിച്ചിരിക്കുന്ന ആൾദൈവങ്ങളുണ്ട്. ആൾദൈവങ്ങളുടെ ആശ്രമങ്ങളിൽ പലപ്പോഴും നടക്കുന്ന അക്രമങ്ങൾ, അന്യായങ്ങളൊക്കെ പലപ്പോഴും അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പത്രത്തിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയാറുണ്ട്. നമ്മുടെ കേരളത്തിലുമുണ്ടല്ലോ ആൾദൈവങ്ങൾ. അതുപോലെ തന്നെ പല ആൾദൈവങ്ങളും ബലാത്സംഗ കേസിൽ, സ്ത്രീപീഡന കേസുകളിൽ ജയിലുകളിൽ അകപ്പെട്ടിട്ടുണ്ട്, ജയിലുകളിൽ അകപ്പെടാനിരിക്കുന്നവരായിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ കൂടാതെ അവർ പലതരത്തിലുള്ള ദൈവങ്ങൾ, ആൾദൈവങ്ങൾ ജീവിച്ചിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ മരണപ്പെട്ടു പോയ പുണ്യവാന്മാരായ മനുഷ്യരായിരിക്കും, ചിലപ്പോൾ കല്ലും മരവും പ്രകൃതിയിലുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ ആയിരിക്കും. എന്തിനാണ് ഇവരെ വിളിച്ച് തേടുന്നത്? എന്തിനാണ് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇവർക്ക് പൂജാ വഴിപാടുകൾ നടത്തുന്നത്? എന്തിനാണ് ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി എന്നാണ് അവർ അതിന് പറയുന്ന മറുപടി. ഇതിൻ്റെയൊക്കെ പൊള്ളത്തരമാണ് അവർ പറഞ്ഞത്. അള്ളാഹുവിന് മക്കളുണ്ട്, പെൺമക്കൾ, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സ്വന്തത്തിന് ആൺമക്കളെ തിരഞ്ഞെടുക്കുക. ഞങ്ങൾക്ക് ആൺമക്കൾ മതി, പെൺമക്കളെ അവർക്ക് ഇഷ്ടമല്ല. അറബികളിൽ മുമ്പുണ്ടായിരുന്ന ആൾക്കാരിൽ അപൂർവം ചിലരെങ്കിലും പെൺമക്കളെ ചെറുപ്പത്തിൽ തന്നെ കൊല്ലുന്നവരായിരുന്നു. അപ്പോൾ അവർക്ക് ആൺമക്കൾ മതി. അള്ളാഹുവിന് പെൺമക്കൾ എന്നവർ പറയും. വത്തഖദ മിനൽ മലായികത്തി ഇനാസ, അവർ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായി സ്വീകരിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ദേവീ സങ്കല്പം അങ്ങനെ ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഖാലുത്തഖദല്ലാഹു, വലത് എന്നുള്ള വാക്ക് ആൺമക്കളെയും പെൺമക്കളെയും ബഹുവചനായും ഏകവചനായും വിവചനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, വലത്. അപ്പോൾ അവർ അള്ളാഹു മക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. ഈസാ നബി അലൈഹിസ്സലാമെ സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു. എന്നാൽ അവൻ ഇതിൽ നിന്നൊക്കെ ഏറെ പരിശുദ്ധനാണ്. മക്കളെ വേണ്ടി വരിക ആർക്കാണ്? അല്ലെങ്കിൽ ഭാര്യ വേണ്ടി വരിക ആർക്കാണ്? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരിക ആർക്കാണ്? സ്വയം കഴിവില്ലാത്തവർക്കാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. എന്തിനാണ്? മനുഷ്യ ജീവിതത്തിനൊരു പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വയം സമ്പൂർണനായ, സ്വയം നിരാശ്രയനായ, സ്വയം ധന്യനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവശ്യമില്ല. ഹുവൽ ഖനിയ്യു, അവൻ സ്വയം ധന്യനാണ്, മറ്റൊരാളുടെ സഹായം അവന് ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യനുമായി തട്ടിച്ചു നോക്കിക്കൊണ്ട് അള്ളാഹുവിനെ മനുഷ്യനോട് താരതമ്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. മനുഷ്യന് ജീവിതത്തിനൊരു അർത്ഥവും പൂർണ്ണതയും ഒക്കെ ലഭിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം, കുടുംബങ്ങൾ വേണം, മക്കൾ വേണം, പേരക്കുട്ടികൾ വേണം. ഇതൊക്കെ മനുഷ്യൻ ദുർബലനായതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദൗർബല്യം എന്ന് പറയുന്നത് അവനിൽ അസംഭവ്യമാണ്, മുഹാലാണ്, ഉണ്ടാകാൻ പാടില്ലാത്ത വിശേഷണമാണ്, ഉണ്ടാകാത്ത വിശേഷണമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതർത്ഥത്തിൽ എങ്ങനെ എടുത്തു നോക്കിയാലും അവൻ ഖനിയ്യാണ്. ആയതുകൊണ്ട് അവൻ മക്കളുടെ ആവശ്യമില്ല, കുടുംബത്തിൻ്റെ ആവശ്യമില്ല. ഈ കാര്യം അല്പമൊന്ന് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി അവർക്ക് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവുകയില്ല എന്നാണ്. സുബ്ഹാനഹു, ആശ്ചര്യപരമായിട്ട് ആശ്ചര്യത്തോടു കൂടി പറയുന്നതാണ്. അതോടൊപ്പം അത് അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു ദിക്റുമാണ്. ഹുവൽ ഖനിയ്യു, അവൻ ധന്യനാണ്, അല്ലെങ്കിൽ ഐശ്വര്യവാനാണ്, അല്ലെങ്കിൽ നിരാശ്രയനാണ്, അല്ലെങ്കിൽ പൂർണ്ണതയുള്ളവനാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഖനിയ്യ്. ലഹു, അവനുള്ളതാണ് മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെ അവൻ്റേതാണ്. അവൻ്റേതാണെന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ അധികാരത്തിലാണ്. അധികാരമുണ്ടാകണമെങ്കിൽ ഉടമസ്ഥത ഉണ്ടാകണം. ഉടമസ്ഥതയുള്ളവർക്കാണ് അധികാരമുണ്ടാവുക. അപ്പോൾ അവൻ്റെ ഉടമസ്ഥതയിലും അവൻ്റെ അധികാരത്തിലും അവൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ അടിമത്തത്തിലുമുള്ളവരാണ് മറ്റുള്ളതൊക്കെ. മറ്റുള്ള ഏതും പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ അധികാരത്തിലോ അള്ളാഹുവിൻ്റെ അവകാശത്തിലോ ദിവ്യത്വത്തിലോ ഇവർക്ക് പങ്കുണ്ടാവും? എങ്ങനെ ഇവർക്ക് അള്ളാഹുവിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ എങ്ങനെയെന്നാണ്. ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ അവൻ്റെ ഉടമസ്ഥതയിലും അധികാരത്തിലും അടിമത്തത്തിലുമുള്ളതാണ്. അവയൊന്നും ദൈവത്തിൻ്റെ തുല്യന്മാരോ ദൈവത്തിനെ പോലെ തന്നെ ഉള്ളവരാകാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അവരൊക്കെയും അടിമകളാണെന്ന്. ഇന്ദക്കും, നിങ്ങളുടെ അടുക്കലില്ല. ഇവിടെ ഇന്നുള്ള വാക്ക് നിഷേധാർത്ഥത്തിൽ വരിക. ചിലപ്പോൾ നിബന്ധനക്ക് വരും. ഇൻ തഫ്അൽ ഹക്കദ, നിങ്ങളിങ്ങനെ ചെയ്താൽ വരും. ചിലപ്പോൾ നിഷേധാർത്ഥത്തിൽ വരും, ഇവിടെ പറഞ്ഞ മാതിരി. ചിലപ്പോൾ അത് തീർച്ചയായും എന്നുള്ള അർത്ഥം സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ദക്കും, നിങ്ങളുടെ അടുക്കലില്ല, മിൻ സുൽത്താനിൻ, ഒരു തെളിവുമില്ല. സുൽത്താൻ അധികാരം എന്നർത്ഥമുണ്ട്. സുൽത്താന്മാർ എന്ന് പറയുന്നില്ലേ, ഇവിടെ തെളിവ് പ്രമാണം ഖുർആൻ വേറെ പ്രയോഗിച്ചിട്ടുണ്ട് സുൽത്താൻ എന്നുള്ള വാക്ക് പ്രമാണത്തിന്. ജിഹാദായ വിഷയത്തിൽ ഒന്നുകിൽ അള്ളാഹു അവതരിപ്പിച്ച ഏതെങ്കിലും വേദഗ്രന്ഥത്തിലൂടെ അവർ തെളിവ്, അതാണ് പ്രമാണങ്ങളുടെ തെളിവ് അവർ നൽകണം. അതില്ല, ഒരു വേദത്തിലും ബഹുദൈവത്വത്തിനും തെളിവില്ല. അല്ലെങ്കിൽ ബുദ്ധിപരമായി ചിന്താപരമായി മനുഷ്യന് ബോധ്യം വരുന്ന എന്തെങ്കിലും ഒരു തെളിവ് അതുമില്ല.
ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ഈ ബഹുദൈവത്വത്തിൻ്റെ പൊള്ളത്തരം. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻ ഇന്ദക്കും നിങ്ങളുടെ അടുക്കൽ ഇല്ല മിൻ സുൽത്താനിൻ ഒരു തെളിവും ബിഹാദ ഈ വിഷയത്തിൽ. മിൻ സുൽത്താനിൻ ബിഹാദ ആ നൂനിൻ്റെ ഉച്ചാരണമാണ് ബായിലേക്ക് ലയിപ്പിക്കുക. അതാണ് മീമ് അവിടെ പറയും. മിൻ സുൽത്താനിൻ ബിഹാദ ഒന്ന് മണിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മീമ് താഴെ കൊടുത്തിരിക്കുന്നത്. അതഖൂലൂന അലല്ലാഹി നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കുകയാണോ പറയുകയാണോ മാ ലാ തഅലമൂ നിങ്ങൾക്കൊരു വിവരവുമില്ലാത്ത അറിവില്ലാത്ത കാര്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കുകയാണോ? ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്താം. ഖാലു ഇത്തഖദ അല്ലാഹു വലദ അവർ പറഞ്ഞു അല്ലെങ്കിൽ അവർ പറയുന്നു അള്ളാഹു മക്കളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന്. സുബ്ഹാനഹു അവൻ പരമപരിശുദ്ധനത്രേ. ഹുവൽ ഗനിയ്യു അവൻ ധന്യനാണ്, അവൻ നിരാശ്രയനാണ്. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള് ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ്. ഇൻ ഇൻദക്കും മിൻ സുൽത്താനിൻ ബിഹാദ നിങ്ങളുടെ ഈ നിലപാടിന് ബിഹാദ ഇക്കാര്യത്തിന് ഈ നിലപാടിന് നിങ്ങളുടെ അടുക്കൽ ഒരു തെളിവുമില്ല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ അറിയാത്ത കാര്യം പറയുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നിഷ്കളങ്കമായ നിഷ്കപടമായ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിച്ചു വരിക്കാൻ നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب